CA വിദ്യാർത്ഥിനിയായിരുന്ന മിഷേൽ ഷാജിയുടെ മരണത്തിനു പിന്നിലുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പിറവം മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിലാണ് പരാതി നൽകിയത്. മകളുടെ മരണം ആത്മഹത്യയാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. 2017 മാർച്ച് 6-നാണ് കൊച്ചി കായലിൽ മിഷേലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ലോക്കൽ പോലീസ് ആദ്യം മുതൽ ആത്മഹത്യയാണെന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അന്വേഷണത്തിൽ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും പരാതി ഉന്നയിച്ചതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പറയുന്നതല്ലാതെ അന്വേഷണ റിപ്പോർട്ടോ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടിയോ നൽകിയിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. നീതി ചോദിച്ചു വാങ്ങേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ടും എന്തെങ്കിലും നീതി നടപ്പാക്കും എന്ന വിശ്വാസം ഉള്ളതുകൊണ്ടുമാണ് വീണ്ടും പരാതി നൽകിയതെന്ന് മിഷേലിന്റെ പിതാവ് ഷാജി മനോരമ ഓൺലൈനോട് പറഞ്ഞു. ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് മിഷേലിന്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. ആദ്യ ദിവസം മുതൽ പോലീസിന് കൃത്യമായ നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവർ ഒതുക്കിവെച്ച കേസിൽ അവരിൽ നിന്നു തന്നെ നീതി ലഭിക്കുമെന്നത് ഒരു വിശ്വാസം മാത്രമാണെന്നും ഷാജി പറഞ്ഞു. മിഷേലിനെ കാണാതായ മാർച്ച് 5 രാത്രി എറണാകുളത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ, കസബ പോലീസ് സ്റ്റേഷൻ, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഷാജി പറഞ്ഞു. മകളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് കേണപേക്ഷിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല. കേസ് തങ്ങളുടെ പരിധിയിലല്ലെന്ന് പറഞ്ഞാണ് വനിതാ പോലീസ് സ്റ്റേഷൻകാർ ഒഴിവാക്കിയത്. കസബ പോലീസുകാർ പരാതി മുഴുവൻ കേട്ട ശേഷം അരമണിക്കൂർ കഴിഞ്ഞാണ് അന്വേഷിക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചത്. ഒടുവിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ രാവിലെ അന്വേഷിക്കാം എന്നായിരുന്നു മറുപടി. മിഷേൽ കലൂർ പള്ളിയിൽ പോയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CCTV പരിശോധിക്കാൻ ഒപ്പം വരണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കാനാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നും ഷാജി പറഞ്ഞു. 2017 മാർച്ച് 5 വൈകിട്ട് എറണാകുളം കച്ചേരിപ്പടിയിലുള്ള സെന്റ് തെരേസാസ് ഹോസ്റ്റലിൽ നിന്ന് കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് പോയ മിഷേൽ 6:15 പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങിയെന്നും രാത്രി 8 എറണാകുളത്തിനും വൈപ്പിനും ഇടയിലുള്ള രണ്ടാമത്തെ ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിൽ ചാടി ആത്മഹത്യ ചെയ്തെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. മിഷേലിന്റെ മൂക്കിനിരുവശത്തും കണ്ട പാടുകളും കൈത്തണ്ടയിൽ കണ്ട കരിനീലിച്ച പാടുകളും ചുണ്ടിലെ മുറിപ്പാടും എങ്ങനെയുണ്ടായെന്ന് അന്വേഷണ സംഘത്തിന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഷാജി പറയുന്നു. ഒരു നടന്റെ മകന് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട്. കേസിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായി എന്നാണ് മിഷേലിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഷാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് കേസിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ നവകേരള സദസ്സിൽ അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത്.